കോൾസൺ സ്കോക്ക് ദുരന്തർ 2 ദ റിവെഞ്ച്. അന്യായ പടം, പീക്ക് സിനിമ. അതായത് 3 മണിക്കൂർ 49 മിനിറ്റുള്ള ഒരു സിനിമ ഒരു സെക്കൻഡ് പോലും ബോറടിപ്പിക്കുന്നത് മാത്രമല്ല സമയം പോകുന്ന അറിയുന്നില്ല. ഇങ്ങനെ പടപടാന്ന് പറഞ്ഞ മാലപ്പടക്കത്തിന് തിരികൊളുത്തിയ പോലെ പോകുന്നൊരു സിനിമ. ദുരന്തർ ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്ത് കണ്ടിട്ടുള്ള ഒട്ടും ബോറടിക്കാത്ത സിനിമയായിരുന്നെങ്കിൽ അതിൽ ദുരന്തർ, അതായത് ഞാൻ പറയുന്നത്, അതിൽ ഈ സാറയായിട്ടുള്ള റൊമാൻറ്റിക് അങ്ങനത്തെ അവരെ ഒരു ഇമോഷൻ ബിൽഡപ്പ്, അവരുടെ കല്യാണം, അങ്ങനെ സെക്കൻഡ് ഹാഫിൽ അവരുടെ കുറേ സംഭവങ്ങൾ പ്ലേസ് ചെയ്തതും അതെനിക്ക് കുറച്ച് ഒരു ബോറടിയെ തോന്നിയിരുന്നു. അതുകൊണ്ടും പിന്നെ സഞ്ജു ബാബയുടെ ക്യാരക്ടറൊക്കെ ഭയങ്കര ഓവർ ദ ടോപ്പായിരുന്നു. ക്ലൈമാക്സിൽ വരുന്ന സമയത്തും ഓവർ ദ ടോപ്പായിട്ട്. പക്ഷെ ഇതങ്ങനെയല്ല. ഇത് എന്താണ് ദുരന്തർ ഇതാണെങ്കിൽ ദ റിവെഞ്ച്, ദുരന്തർ 2 അന്യ സ്കെയിൽ പടം, 1 സ്കെയിൽ പടം. അതായത് ബജറ്റ് ഇറക്കിയത് മൊത്തം കാണാനുണ്ട്. എന്മാതിരി, അതായത് വയലൻസ് പറഞ്ഞു കഴിഞ്ഞാൽ വയലൻസ് അറ്റ് ഇറ്റ്സ് ബെസ്റ്റ്. ഇതിൽ തലയൊക്കെ വെട്ടിയിട്ട് ഫുട്ബോൾ കളിക്കുന്നുണ്ട് ലിറ്ററലി. അന്യായ വയലൻസ്. ഇതിൻ്റെ ആദ്യത്തെ 2000-ലാണ് പിന്നെ സിനിമ ഇതിൽ വർഷം കാണിക്കുന്നത്. അതായത് രൺവീർ സിംഗിൻ്റെ ബിഗിനിങ് ടൈം. ആ സമയത്ത് ഇതിൽ ആദ്യത്തെ 1.25 മണിക്കൂർ ഒരു സീനുണ്ട്. എൻ്റെ പൊന്നോ, അത് മാത്രം കാണാൻ പോയാലും പ്രശ്നമില്ല, നഷ്ടമില്ല ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ. അതായത് രൺവീറിൻ്റെ കരിയറിലെ തന്നെ ദ ബെസ്റ്റ് പെർഫോമൻസ് പറയാൻ പറ്റുന്ന പ്രകടനം. അതായത് നമ്മൾ ആദ്യത്തെ ഇതിൽ ദുരന്തറിൽ പറഞ്ഞ് മിക്കവാറും പറഞ്ഞിട്ടുള്ളതാണ്, സ്ക്രീൻ പ്രസൻസ് കൊണ്ടും ഓറ കൊണ്ടും സാഗ് കൊണ്ടും നമ്മുടെ അക്ഷയ് ഖന്ന ഡോമിനേറ്റ് ചെയ്തു, അല്ലെങ്കിൽ പിന്നെ രൺവീറിന് സൈഡായി കളഞ്ഞൊക്കെ. പക്ഷേ ദുരന്തറിൽ രൺവീറിന് കൊടുത്തിരിക്കുന്ന സ്പേസ് രൺവീറിൻ്റെ അഴിഞ്ഞാട്ടം കാണണമെങ്കിൽ ഇത് കണ്ടാൽ മതി. അതായത് അത് കംപ്ലീറ്റ് ഡോമിനൻസ്, തുടക്കം മുതൽ അവസാനം വരെ വേറെ ആരും നിഷ്പ്രഭമാക്കി കളഞ്ഞു, കൂടെയുള്ള എല്ലാ അഭിനേതാക്കളെ. അതുപോലത്തെ പരിപാടി, ഇദ്ദേഹത്തിൻ്റെ ഫൈറ്റ്, ഇദ്ദേഹത്തിൻ്റെ ഹെയർ, ബോഡി, സ്ക്രീൻ പ്രസൻസ്, ഇദ്ദേഹം കാണിക്കുന്ന പരിപാടികൾ മൊത്തത്തിൽ, അതായത് ഗണ്ണൊക്കെ യൂസ് ചെയ്യുന്ന എന്ത് പ്രോ ലെവലിലാണ്. അന്യായ പെർഫോമൻസ്. മൊത്തത്തിൽ ഒരു രക്ഷയില്ലാത്ത പടം കേട്ടോ. അതായത് ലിറ്ററലി ഇപ്പം മൂത്രമൊഴിക്ക് എഴുന്നേറ്റ് പോകാൻ തോന്നുന്നില്ല. അത് 4 മണിക്കൂർ എടുത്തിട്ടുണ്ടല്ലോ. ഇൻ്റർവെൽ അല്ലാത്ത സമയത്ത് ഒരു ഇൻ്റർവെല്ലാണേ ഉള്ളൂ. അല്ലാത്ത സമയത്ത് പോകണം തോന്നിക്കഴിഞ്ഞാൽ പോകാൻ തോന്നില്ല. കാരണം എന്ന് വെച്ചാൽ പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവും. കാരണം അത്രയും ഹൈ മൊമെന്റ്സ് ഉണ്ട് ഈ സിനിമയ്ക്കകത്ത്. ആൾക്കാർക്ക് തട്ടണത് കണ്ണടച്ച് പൂട്ടത്തിന് മുമ്പ് തട്ടിക്കളയുന്നേ. ചിലപ്പോൾ നമ്മൾ മൂത്രമൊഴിച്ച് വന്നാൽ ഒരു ക്യാരക്ടർ പിന്നെ കാണൂല, എന്ത് സംഭവിച്ചു മനസ്സിലാവില്ല. കാരണം അത്രയും പാക്ട് സ്ക്രീൻ പ്ലേ, അതുപോലത്തെ മേക്കിംഗ്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഈ ശശിദേവൻ്റെ സ്കോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലും കുറേ റെട്രോ പരിപാടി, അതുപോലെ റീമിക്സ് പരിപാടി, അതായത് റാപ്പ്, അതൊക്കെ മിക്സ് ചെയ്തിട്ടിരിക്കുന്ന രീതി. പക്ഷേ ഫസ്റ്റിൻ്റെ അത്രയധികം സോങ്സ് ഇല്ല. പക്ഷെ എന്നാൽ ഇതിൽ റാസ്പുറ്റിനൊക്കെ പ്ലേസ് ചെയ്തതിൻ്റെ പൊന്നു. പിന്നെ അതുകൂടാതെ പിന്നെ ഒരു അറബിക് സോങ്, മറ്റേ അക്ഷയ് ഖന്നൻ്റെ ഒരു സെയിം ആ വൈബുള്ള പിന്നെ ഒരു പരിപാടി പിന്നെ രൺവീറും ഇതിൽ കാണിക്കുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ സാറയുടെ ക്യാരക്ടറിനൊക്കെ കറക്റ്റ് സ്പേസ് ഇതിൽ കൊടുത്തിട്ടുള്ളൂ, കറക്റ്റ് സ്പേസ്. മറ്റേ ആദ്യത്തേലെ പോലെയല്ല. പിന്നെ ഭയങ്കര മെച്യൂർഡായിട്ടുള്ള ക്യാരക്ടറായിട്ട് ഇതിൽ കാണിച്ചിരിക്കുന്നത്. കാരണം വൈഫായി, മദറായി, അപ്പോൾ ആ ഒരു മെച്യൂരിറ്റി ആ ക്യാരക്ടർ റെൻഡർ ചെയ്തതിൽ കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റും. സാറൊക്കെ കിട്ടില്ല പെർഫോമൻസ്. അതായത് ഫസ്റ്റിലെ പോലെ ക്രിഞ്ച് സീനോ അങ്ങനത്തെ ഒന്നുമില്ല, കിട്ടില്ല പെർഫോമൻസ്. പിന്നെ മാധവൻ, അജിത് ഡോവലിൻ്റെ ഇതിൽ അജിത് ഡോവൽ നല്ല പേരും ആ ക്യാരക്ടർ. അത് സത്യം പറയട്ടെ, ഇതിലേറ്റവും കൂടുതൽ കയ്യടികൾ കിട്ടിയ സീൻസ് ചെയ്തിട്ടുള്ളത് മാധവൻ്റെ എൻട്രി. ബാക്കി എല്ലാവർക്കും നോർമൽ എൻട്രിയാണ്, രൺവീർ നോർമൽ എൻട്രിയാണ്, അർജുൻ രാംപാൽ നോർമൽ എൻട്രിയാണ്, സഞ്ജു ബാബയ്ക്ക് നോർമൽ എൻട്രിയാണ് എല്ലാവർക്കും. പക്ഷേ മാധവൻ്റെ എൻട്രി മുതൽ ഒരുപാട് ഹൈ സീൻസ് പറഞ്ഞു കഴിഞ്ഞാൽ കയ്യടിക്കുന്ന ലെവൽ പരിപാടിയാണ് ഇതിന് മൊത്തം. കാരണം ആ ക്യാരക്ടർ അങ്ങനെയാണല്ലോ, അജിത് ഡോവലിൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത്. കാരണം പുള്ളി കാണിച്ചിരിക്കുന്ന പരിപാടികൾ ഇതിൽ ഓരോ സീൻസിലും ഫ്രം ബിഗിനിങ് ടു ദ ക്ലൈമാക്സ് ഒരു രക്ഷയില്ല. മാധവൻ തൂക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം വന്ന എല്ലാ സീൻസും അദ്ദേഹം തൂക്കി. അതുപോലത്തെ ക്യാരക്ടർ, അതുപോലത്തെ പെർഫോമൻസ്. മാധവൻ്റെ ഒന്നും പെർഫോമൻസിനെ കുറിച്ച് പിന്നെ പറയേണ്ട ആവശ്യമില്ല. പുള്ളിക്ക് അങ്ങനത്തെ റോൾസ് കിട്ടിക്കഴിഞ്ഞാൽ മാതിരി മാധവൻ ചെയ്തു വെച്ചിട്ടുണ്ട്. അങ്ങനെ എടുത്തു പറയുകയാണെങ്കിൽ ഓരോ ക്യാരക്ടർ ഇതിൽ സഞ്ജു ബാബയ്ക്കൊന്നും അധികം ഇത് കൊടുത്തിട്ടില്ല, സ്പേസ് കൊടുത്തിട്ടില്ല ഫസ്റ്റിലെ പോലെ. SP അതുപോലെ അർജുൻ രാംപാൽ കിട്ടില്ല, പുള്ളി അറിയാമല്ലോ പുള്ളിയുടെ വില്ലനിസം. പിന്നെ അങ്ങനെ കുറേ പേരുണ്ട്, എടുത്ത് പറയാനുള്ള ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. എല്ലാ ക്യാരക്ടേഴ്സിനും ലേയേഴ്സ് ഉണ്ട്. മൊത്തത്തിൽ പടം ഒരു തിരി കൊളുത്തിയിട്ട് ഒരു മോൻ ഇങ്ങനെ പൊട്ടി തെറിച്ചിട്ടാണ് പടം പോകുന്നത്. അങ്ങനെ അവസാനം വരെ 6 ചാപ്റ്റേഴ്സോ അങ്ങനെ ഉണ്ട്. ഫസ്റ്റിലത്തെ പറഞ്ഞ ഓരോ ചാപ്റ്റേഴ്സിനും ഓരോ നെയിമാണ്. ലൂസിഫർ, കംബാക്ക് ഓഫ് ദ ഗോസ്റ്റ് എന്നെല്ലാം പറഞ്ഞിട്ട് കുറേ ഉണ്ട്. ലാസ്റ്റ് ദുരന്തർ വരെ, ദുരന്തർ വരെ. ഈ റിവെഞ്ച് ചാപ്റ്റർ കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് പോരുതേ. കാരണം ആ സമയം കുറേ പേര് എഴുന്നേറ്റ് പോകുന്നുണ്ട്. അതായത് അവർ വിചാരിച്ച് ലാസ്റ്റ് എല്ലാ സിനിമയ്ക്കുണ്ടല്ലോ,
ലാസ്റ്റ് അടിയിടിയും വില്ലനെ തട്ടി ലാസ്റ്റ് പടം അവസാനിക്കുന്നതായിരിക്കുമല്ലോ. അതല്ല, പിന്നെ അത് റിയൽ പരിപാടി വരുന്നത് ലാസ്റ്റ് ചാപ്റ്ററിലാണ്, ദുരന്തറിലാണ്. ഒരു രക്ഷയില്ല. അതായത് ഒരു ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ തന്നുള്ള സിനിമ. ഇതുപോലെ എനിക്ക് KGF 2 കണ്ടപ്പോഴാണ്, അതായത് KGF കണ്ട് അതിൻ്റെ ഹൈപ്പിലാണല്ലോ പോയിട്ട് KGF 2 കാണുന്നത്. ആ ഹൈപ്പിനെ കംപ്ലീറ്റ്ലി ജസ്റ്റിഫൈ ചെയ്ത, കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈ ചെയ്ത ഒരു സിനിമയായിരുന്നു KGF 2. അതുപോലെ ദുരന്തർ തന്നിട്ടുള്ള എക്സ്പീരിയൻസ് എന്താണോ അതിൻ്റെ പീക്ക് എക്സ്പീരിയൻസ് തന്നിട്ടുള്ള കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു ഗംഭീര തിയേറ്റർ വാച്ച്. പിന്നെ ഈ പ്രീമിയർ ഷോ ആയതുകൊണ്ട് നല്ലൊരു സെറ്റ് ഓഫ് ഓഡിയൻസിനെയും കിട്ടി. അപ്പോൾ നല്ല രസത്തിൽ, അതായത് കൈയടിക്കുന്ന സ്ഥലത്ത് മാത്രമേ കഴിയുള്ളൂ. പിന്നെ ഇതിൻ്റെ പൊളിറ്റിക്സ് എന്ന കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഇപ്പം നമ്മുടെ BJP ഗവൺമെൻറ്റിൻ്റെ ഈ നോട്ട് നിരോധനം, പിന്നെ PM-ൻ്റെ നരേന്ദ്രമോദിയുടെ കാര്യങ്ങൾ, മറ്റു കാര്യങ്ങൾ, ഇതിൻ്റെ പാരലായിട്ട് പോകുന്ന ഇതിൻ്റെ പൊളിറ്റിക്കൽ സാധനം ഉണ്ടല്ലോ, അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. ഇത് ആസ് എ സിനിമ ഗംഭീര എക്സ്പീരിയൻസാണ്. അതങ്ങനെ ഡിസെക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ സിനിമ ആസ്വദിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് പേഴ്സണലി ഒരു കുഴപ്പമില്ല. ഞാനത് സിനിമ എന്ന നിലയ്ക്ക് ഞാൻ വളരെ സ്മൂത്തായിട്ട്, വളരെ എൻജോയ് ചെയ്ത്, വളരെ ഹാപ്പി ആയിട്ട് പല ഗൂസ്ബം മൊമെൻറ്റ്സ് തന്നിട്ടുള്ള ഒരു കിടിലൻ പടം. അതുപോലെ ഈ പടത്തിൽ ഇവർ നടത്തിയുള്ള റിസർച്ച്, ഈ ആദിത്യദർ നടത്തിയുള്ള റിസർച്ച് എന്ന് പറഞ്ഞാൽ ഭീകര. ഇതിൽ PFI, പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യനെ വരെ ഇതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്, കേരളത്തിലെ. അങ്ങനെ മൊത്തത്തിൽ ഇവർ മൊത്തം ആ ഒരു ഇന്റർനാഷണൽ പൊളിറ്റിക്സ്, ഈ ടെററിസം, അതിൻ്റെ എല്ലാം റിയൽ നെയിം ISIൻ്റെ പേര് ISI എന്ന് തന്നെ പറയാം. ദാവൂദ് ഇബ്രാഹിമിൻ്റെ ഒക്കെ പേരെടുത്ത് അദ്ദേഹത്തിൻ്റെ ഫോട്ടോ വെച്ച് കാണിക്കാനുള്ള ആ ഒരു പരിപാടി ഉണ്ടല്ലോ, ആ ഒരു ചങ്കൂറ്റ, ആ ഒരു അങ്ങനെ, അല്ലാതെ മറ്റേ ബീപ്പാക്കുക, ബ്ലർ ചെയ്യുക, പേര് മാറ്റി പ്ലേസ് ചെയ്യുക, അങ്ങനെയൊന്നുമില്ല. ലാസ്റ്റ് പടപടപടപടെ ടെററിസ്റ്റുകളെ പാകിസ്ഥാനിലെ കൊന്നു തള്ളുന്ന സമയത്ത് അത് കറക്റ്റ് നമുക്കതൊരു അത് എഴുതി കാണിക്കുന്ന സമയത്ത് കിട്ടുന്ന ഫീൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ റിയൽ സാധനം കിട്ടുന്നുണ്ട്, ആ റിയൽ സംഭവം കിട്ടുന്നുണ്ട്. അതായത് റിവെഞ്ച് എന്നുള്ള സാധനം കിട്ടുന്നുണ്ട്. അത് നമുക്കത് ഉണ്ടാക്കിയെടുക്കുക, ഇമോഷൻ ഉണ്ടാക്കിയെടുക്കുക, അത് ട്രാൻസാക്ട് ചെയ്യപ്പെടുക ഒരു സിനിമ കാണുമ്പോൾ പറയുന്നത് ദാറ്റ്സ് നോട്ട് ഈസി. അവിടെയാണ് ആദിത്യദറിൻ്റെ അന്യായമായിട്ടുള്ള കഴിവെന്ന് പറയുന്നത്. ബീങ് എ ഫിലിം മേക്കർ, ആ ഇമോഷൻ ഒട്ടും ചോർന്നു പോകാതെ അതേ ത്രില്ല് നൽകിക്കൊണ്ട് ആ ക്യാരക്ടേഴ്സിനെ മൊത്തം പ്ലേസ് ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്. ഇതിൽ അർജുൻ രാംപാലിൻ്റെ അച്ഛനായിട്ട് അഭിനയിച്ചൊരു കക്ഷിയൊക്കെ ഉണ്ട്, യച്ചാതി. പുള്ളിയുടെ ഒക്കെ സീൻ അഭിനയമാണ്. അങ്ങനെ മൊത്തത്തിൽ ഒരു കിടലൻ എക്സ്പീരിയൻസ്. പിന്നെ അതുപോലെ സിനിമ തുടക്കത്തിൽ കോക്ടെയിൽ 2-ൻ്റെ വരുൺ ധവാൻ്റെ ഒരു ഡാൻസും ഉണ്ട്, കൃതി സനനുള്ള. പിന്നെ ശിവാജിയുടെ ഒരു പടം വരുന്നുണ്ട്, സഞ്ജു ബാബയുടെ, അതിൻ്റെ ഉണ്ട്. പിന്നെ ഇതിൽ വേറെ കോമഡി ആയത് ഇതിൽ കുറേ ഡിസ്ക്ലൈമേഴ്സ് ഉണ്ട്. അപ്പം അതിങ്ങനെ ഈ വാർത്ത വായിക്കും ഹിന്ദി വാർത്ത കേൾക്കും കുറേ സമയമുണ്ട്. അത് ആദ്യമൊക്കെ ആൾക്കാർ കേട്ടിരുന്ന് പിന്നെ ആൾ ചിരിക്കാൻ തുടങ്ങി, കാരണം ഇത് തീരുന്നില്ല. കുറേ സമയം ഇങ്ങനെ ഹിന്ദിയിൽ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുക. സോ 2 ആഴ്ചയ്ക്ക് ശേഷമാണ് തിയേറ്ററിൽ പോയിട്ട് ഒരു സിനിമ കാണുന്നത്. അതൊരു ഗംഭീര എക്സ്പീരിയൻസ്, ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് വീണ്ടും.